ഇനി നമ്മൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഡിഫൈൻ ചെയ്യാൻ പോകണം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നതിന് മുമ്പേ നിങ്ങളെ സ്ക്രീനിനെ കുറിച്ച് ചിന്തിച്ച് നോക്കൂ. നിങ്ങളിപ്പോൾ ഇത് കാണുക മൊബൈലിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പിലോ ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ അതിൻ്റെ സ്ക്രീനിനെ കുറിച്ച് ചിന്തിച്ച് നോക്കുക. നിങ്ങളുടെ സ്ക്രീനിൽ എൻ്റെ മുഖം കാണുന്നുണ്ട്, എൻ്റെ ഷർട്ട് കാണുന്നുണ്ട്, ഇവിടെ ഇപ്പോൾ വൈറ്റ് ബോർഡ് കാണുന്നുണ്ട് അല്ലേ. ഇനി അതേ സ്ഥാനത്ത് ഞാൻ ഈ ബുക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ബുക്ക് കാണുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയാണ് നിങ്ങൾ സ്ക്രീനിൽ നിങ്ങൾ കാണുന്നത്? ആരെങ്കിലും സ്ക്രീനിൻ്റെ പിറകിൽ വന്നിട്ട് ഇങ്ങനെ ഓരോ സമയത്തും അവിടെ ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് കാണിക്കുകയാണോ? അല്ലല്ലോ. ഇതിൻ്റെ ഉത്തരം പലർക്കും അറിയുന്നുണ്ടാവും. എല്ലാം അറിയാത്തവരും അറിയുന്നവരൊക്കെ ഞാൻ ജസ്റ്റ് അതിൻ്റെ പിന്നിലുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറയാം. കാരണം അത് ഉപയോഗിച്ചിട്ട് ഈ ഡെഫിനിഷൻ പറയാനൊരു സുഖമുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് നമ്മുടെ സ്ക്രീനിലൊക്കെ ഈ ചിത്രങ്ങളൊക്കെ കാണുന്നത്. ഇവിടെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്ക്രീനിൽ കാണുന്ന ഓരോ ചിത്രവും ഒരുപാട് പിക്സൽസ് എന്ന് വിളിക്കപ്പെടുന്ന ഇങ്ങനത്തെ ചെറിയ സ്ക്വയർ യൂണിറ്റ്സുകളാൽ ഉണ്ടാക്കപ്പെട്ടതാണ്. അതിൻ്റെ പിക്സൽസ് എന്താണെന്നൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് ആയി ഗൂഗിളിൽ ചെയ്ത് കണ്ടുപിടിച്ചാൽ മതി. യൂട്യൂബിലൊക്കെ വീഡിയോസൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനെ ഒരുപാട് പിക്സൽസ് കൂടി ചേർന്നിട്ടാണ് ഒരു പിക്ചർ നമ്മൾ മുമ്പിലെത്തിക്കുന്നത്. അപ്പോൾ ഓരോ പിക്സലും നമ്മളെ പിക്ചറിൻ്റെ ഒരു ഭാഗം അല്ലേ, ഒരു ഭാഗമാണ് ഡിസ്പ്ലേ ചെയ്യുക. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കഴിഞ്ഞാൽ ഈ പിക്സലൊന്നും ഇത്ര വലിയ സൈസിലൊന്നും അല്ല ഉള്ളത്, വളരെ ചെറിയ സൈസാണ്. അതിൻ്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ നിങ്ങൾ നോക്കുക. ഓക്കെ, ഇനി ഈ ഇങ്ങനത്തെ ഓരോ പിക്സലിൻ്റെയും ഒരു അത്ഭുതം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ പിക്സലിനും മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ ഓരോ പിക്സലിനും കഴിയുന്നുണ്ട്. ഇനി അതിനേക്കാളും രസകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓരോ പിക്സലും ആ മില്യൺ കണക്കിന് കളേഴ്സ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? വെറും 3 കളേഴ്സ് ഉപയോഗിച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും ആ കളേഴ്സ് ഏതൊക്കെയാണ്. സ്കൂളൊക്കെ പഠിക്കാമല്ലേ, ബേസ് കളേഴ്സ് എന്ന് പറഞ്ഞിട്ട്, പ്രൈമറി കളേഴ്സ് എന്ന് പറഞ്ഞിട്ട്, റെഡ്, ഗ്രീൻ, ബ്ലൂ. ആ 3 കളേഴ്സ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഓരോ പിക്സലും മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഈ കാര്യമാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാനുള്ളത്. അതായത് ഇപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് ഇപ്പോൾ ഞാൻ ഈ ബുക്ക് വെക്കുമ്പോൾ ഇപ്പോൾ നേരത്തെ ഇവിടെ വൈറ്റ് ബോർഡാണുള്ളത്. അപ്പോൾ വൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുക റെഡും ഗ്രീനും ബ്ലൂവും എല്ലാം ഒരേ ഇൻറ്റൻസിറ്റിയിൽ ഉപയോഗിക്കും. ഒരേ ഫുൾ ബ്രൈറ്റ്നസ്സിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ വൈറ്റ് കിട്ടും. നിങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഈ കാര്യങ്ങൾ അറിയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയുന്നത് തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക, നിങ്ങൾ സ്വന്തം വെരിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം ഇവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇത് ഡിസ്പ്ലേയിൽ വരാൻ വേണ്ടിയിട്ട് ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ സ്ഥലങ്ങളിൽ നിങ്ങളുടെ സ്ക്രീനിലുള്ള പിക്സൽസൊക്കെ എന്താ ചെയ്യുക, ആ പിക്സൽസിൻ്റെ അകത്ത് റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ ഫുൾ ബ്രൈറ്റ്നസ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെയാണ് ഈ വൈറ്റ് നിങ്ങളുടെ മുമ്പിലെത്തിയത്. ഇനി അതേ സ്ഥലത്ത് ഞാൻ ഈ ബുക്ക് ഇവിടെ വെക്കുമ്പം ഇപ്പം ഈ സ്ഥലത്തുള്ള പിക്സൽസ്, സ്ക്രീനിൽ ഈ സ്ഥലത്തുള്ള പിക്സൽസ് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ വേറെ ഏതോ അളവിലെടുത്തിട്ട് ആണ് എന്ത് ചെയ്തത്, ഈ കളർ നിങ്ങൾ സാധ്യമാക്കുന്നത്. ഇതേ സ്ഥലത്ത് ഞാൻ ഈ ബുക്ക് കൊണ്ടുവയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ അവിടുത്തെ പിക്സൽസ് റെഡും ഗ്രീൻ ബ്ലൂ തന്നെ മറ്റേതോ ഒരു അളവിലെടുത്തിട്ടാണ് ഈ കളർ സാധ്യമാക്കുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ എന്താ പറയുക മില്യൺ കണക്കിന് കളേഴ്സ് ഇവിടെ കൊണ്ടുവയ്ക്കാം. അതൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ ഇവിടെയുള്ള ഈ സ്ക്രീനിൽ ഈ സ്ഥാനത്തുള്ള പിക്സൽസിന് പറ്റും. ഇതൊക്കെ പക്ഷേ പിക്സൽസ് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഓരോ പിക്സലും ആ മില്യൺ കണക്കിന് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് വെറും റെഡും ഗ്രീനും ബ്ലൂവും മാത്രം ഉപയോഗിച്ചിട്ടാണ്. ക്ലിയർ ആയല്ലോ? ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടൊക്കെ വരട്ടോ. ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം നോക്കിയിട്ട് മനസ്സിലാക്കാം. ഇനി ലീനിയർ കോമ്പിനേഷനിലേക്ക് വരാം. ഈ ലീനിയർ കോമ്പിനേഷൻ്റെ ഫോർമൽ ഡെഫിനിഷൻ ഞാൻ എഴുതട്ടോ. അതിന് മുമ്പേ വേഗമായിട്ടൊന്ന് പറയാണ്. അതായത് ഈ ഓരോ പിക്സൽസും ഈ റെഡും ഗ്രീനും ബ്ലൂ ഉപയോഗിച്ചിട്ട് മില്യൺസ് ഓഫ് കളേഴ്സ് ഉണ്ടാക്കുന്നില്ലേ, അതേപോലെ നമുക്ക് ഒരു വെക്ടർ സ്പേസിലെ കുറച്ച് വെക്ടേഴ്സിന് നമുക്ക് തന്നാൽ 3 or 4 ഒക്കെ വെക്ടേഴ്സ്, ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ് നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ആ സ്പേസിലെ തന്നെ വേറെയും ഇഷ്ടം പോലെ വെക്ടേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ റെഡും ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തിട്ട് ഇഷ്ടംപോലെ കളേഴ്സ് ഉണ്ടാക്കണ മാതിരി നമുക്ക് ഒരു വെക്ടർ സ്പേസിലെ കുറച്ച് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ അതിന് സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ നടത്തിയിട്ടും അതുപോലെ തന്നെ വെക്ടർ അഡീഷനൊക്കെ നടത്തിയിട്ട് ആ ഡെഫിനിഷൻ ചെയ്തു മനസ്സിലാവും. അതൊക്കെ നടത്തിയിട്ട് ആ തന്ന വെക്ടേഴ്സ് തന്നെ ഉപയോഗിച്ചിട്ട് വേറെ ഇഷ്ടം പോലെ വെക്ടേഴ്സ് ഉണ്ടാക്കാൻ പറ്റും. ആ വെക്ടേഴ്സ് ഉണ്ടാക്കേണ്ട പരിപാടിക്കാണ് നമ്മളെന്ത് പറയുക, ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയാം. അതെന്താണെന്ന് മനസ്സിലായില്ലെങ്കിൽ ഒരു പ്രശ്നവുമില്ല, ഞാൻ എൻ്റെ ഡെഫിനിഷൻ വ്യക്തമായിട്ട് എഴുതാം, അപ്പോൾ ക്ലിയർ ആയിക്കോളും. അപ്പോൾ ഇതാണ് ലീനിയർ കോമ്പിനേഷൻ്റെ ഫോർമൽ ഡെഫിനിഷൻ. വേണമെങ്കിൽ പോസ്റ്റ് ചെയ്തിട്ടൊന്ന് വായിച്ചോളൂ. അതായത് നമ്മൾക്ക് ഒരു വെക്ടർ സ്പേസിൽ കുറച്ച് വെക്ടേഴ്സ് ഉണ്ട്, V1 etc. Vn. എന്നിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അതിലുള്ള ഓരോ വെക്ടർ, ഇപ്പോൾ V1 എടുക്കുക, എന്നിട്ട് ഫീൽഡിൽ ഏതെങ്കിലും ഒരു സ്കാലർ C1 എടുക്കുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതുപോലെ V2 ഫീൽഡിൽ ഒരു സ്കാലർ C2 എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ എക്സെട്ര Vn ഫീൽഡിൽ ഒരു സ്കാലർ എടുത്തിട്ട് സ്കാലർ Cn എടുത്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തു. എന്നിട്ട് ആ പ്രോഡക്റ്റിനൊക്കെ ആഡ് ചെയ്തു. അങ്ങനെ കിട്ടുന്ന പുതിയ വെക്ടറിൽ അതിനെ നമ്മുടെ W എന്നാണ് വിളിച്ചത്. ആ W നമ്മൾ എന്ത് പറയും, ഈ വെക്ടേഴ്സിൻ്റെയൊക്കെ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയും.
അല്ലേ? നമ്മൾ റെഡും ഗ്രീനും ബ്ലൂ ഒക്കെ ഉപയോഗിച്ചിട്ട് പുതിയൊരു കളർ ഉണ്ടാക്കില്ലേ? അതേമാതിരി ഈ V1 V2 എക്സെട്രാ Vn ഉപയോഗിച്ചിട്ട് ഈ വെക്ടേഴ്സിലെ സ്കാലർ മൾട്ടിപ്ലിക്കേഷൻ്റെയും അഡീഷൻ്റെ ഒക്കെ ഫെസിലിറ്റീസ് ഉപയോഗിച്ചിട്ട് നമ്മളൊരു പുതിയ വെക്ടർ ഉണ്ടാക്കി. ആ വെക്ടറിനെയാണ് നമ്മൾ എന്താ പറയുക, ഈ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ എന്ന് വിളിക്കുക. ഞാൻ ക്ലിയറായി പറഞ്ഞു തോന്നുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഇനി നമുക്കിതിൻ്റെ എക്സാമ്പിൾസിലേക്ക് പോകാം. ഇവിടെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ ഞാൻ പറയട്ടോ. അതിന് മുമ്പേ R2ൽ ഇതവിടെ 3 - 2നെ 10ൻ്റെയും 01ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത് 10ൻ്റെയും 01ൻ്റെയും ലീനിയർ കോമ്പിനേഷനാണ് 3 - 2. അതേമാതിരി തന്നെ R3ൽ ഇതിനെ ഈ രണ്ട് വെക്ടേഴ്സിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. ഇനി മൂന്നാമത്തത് ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞു ഈ രണ്ട് വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനാണ് 17, -4, 2. ഇനി ഈ രണ്ട് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് R3ലെ എല്ലാ വെക്ടേഴ്സിനെ ഉണ്ടാക്കാൻ പറ്റുമോ? അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഒരു സ്പേസിലെ കുറച്ച് വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് ആ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് സ്പേസിൽ എല്ലാവരെയും കിട്ടുന്നു നമ്മൾ അവകാശപ്പെട്ടിട്ടൊന്നുമില്ല. അതിനൊരു എക്സാമ്പിൾ അവിടെ ഈ രണ്ട് വെക്ടർ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റാത്ത R3യിലൊരു വെക്ടറാണിത്. നമുക്ക് കാണിക്കാൻ പറ്റും ദിസ് വെക്ടർ കാൺ ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു വെക്ടേഴ്സ്. അതെങ്ങനെയാണ് നമ്മുടെ കാണിച്ചത്? സ്വന്തം ചെയ്യണം. ഞാൻ എൻ്റെ തുടക്കം തുടങ്ങിത്തരാം. ഇത് കാണിക്കാൻ ഇങ്ങനെ തുടങ്ങിയാൽ മതി. അതായത് ഈ 17 - 4 5 എന്ന് പറഞ്ഞ വെക്ടർ ഇത് രണ്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ അല്ല നമ്മൾ കാണിക്കേണ്ടത്. അപ്പോൾ കാണിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അത് സപ്പോസ് ഇത് രണ്ടിൻ്റെയും ലീനിയർ കോമ്പിനേഷൻ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ഒരു X ഉം Y കിട്ടുമല്ലോ, കിട്ടൂലേ? എന്നിട്ട് ഇവിടെ ഇങ്ങനെ എഴുതിയതിന് ശേഷം എന്ത് ചെയ്യുക, ഇവിടെ നിങ്ങൾക്ക് 3 ഇക്വേഷൻസ് ഉണ്ടാക്കാൻ നിങ്ങൾക്ക് അറിയില്ലേ? അല്ലേ? അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x വരും, ഇവിടെ y വരും. അപ്പോൾ 2x + y = 17. അതേമാതിരി തന്നെ അങ്ങനെ 3 ഇക്വേഷൻസ് കിട്ടും. ഇത് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ആഡ് ചെയ്തിട്ട്. അപ്പോൾ ആ 3 ഇക്വേഷൻസും വെച്ചിട്ട് 3 ഇക്വേഷൻസാണ്, 2 അൺനോൺസ് ആണ് എക്സും വൈയും. എന്നിട്ട് അത് സോൾവ് ചെയ്യാൻ ട്രൈ ചെയ്യുക. അപ്പോൾ അതിന് സൊല്യൂഷൻ കിട്ടില്ല എന്ന് മനസ്സിലാവും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ വെക്ടറിനെ ഈ രണ്ട് വെക്ടറിൻ്റെ ലീനിയർ കോമ്പിനേഷനിലേക്ക് എഴുതാൻ പറ്റില്ല. അപ്പം നമുക്ക് കുറച്ച് വെക്ടേഴ്സ് തന്നു കഴിഞ്ഞാൽ ആ വെക്ടേഴ്സ് ഉപയോഗിച്ചിട്ട് കുറേ വെക്ടേഴ്സിന് ഉണ്ടാക്കാം. പക്ഷേ ഇത് വെച്ചിട്ട് സ്പേസിൽ എല്ലാ വെക്ടേഴ്സിനൊന്നും അത് ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിക്കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ ലീനിയർ കോമ്പിനേഷൻ വൃത്തിക്ക് പറഞ്ഞു തോന്നുന്നു എൻ്റെ എക്സാമ്പിൾസൊക്കെ. യെസ്. ഇനി ഒരു സിമ്പിൾ ഡെഫിനിഷനാണ് സ്പാൻ. അതായത് നമുക്കിപ്പോൾ ഒരു സ്പേസിൽ കുറച്ച് വെക്ടേഴ്സ് തന്നു V1 V2 എക്സെട്രാ Vn. എന്നിട്ട് ആ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതാൻ പറ്റുന്ന വെക്ടേഴ്സിൻ്റെ മൊത്തം കളക്ഷൻ എടുക്കുക. അപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് വെക്ടേഴ്സ് എത്തിച്ചിട്ട് ആ വെക്ടേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷനായിട്ട് സ്പേസിലെ മൊത്തം വെക്ടേഴ്സ് ഒന്നും വന്നോളൊന്നുമില്ല. പക്ഷേ എന്നാലും അത് ഉപയോഗിച്ചിട്ട് കുറച്ച് വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ, അതിന് ലീനിയർ കോമ്പിനേഷനൊക്കെ ഇടാൻ പറ്റിയ വെക്ടേഴ്സ് ഉണ്ടാവുമല്ലോ. സോ ആ വെക്ടേഴ്സിൻ്റെ മൊത്തം കളക്ഷനാണ് നമ്മളെന്ത് പറയുക, നമ്മൾ അതിൻ്റെ V1 V2 എക്സെട്രാ Vnൻ്റെ സ്പാൻ എന്ന് പറയാം. നിങ്ങൾ പോസിറ്റ് വായിച്ച് മനസ്സിലാക്കണേ. ഇതിൻ്റെ ഈ V1 V2 എക്സെട്രാ Vnൻ്റെ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എഴുതി കിട്ടാവുന്ന വെക്ടേഴ്സിൻ്റെ മൊത്തം കളക്ഷൻ. ഓക്കെ. ഇനി നമുക്കിവിടെ പ്രൂവ് ചെയ്യാൻ പറ്റും ഈ സ്പാൻ അത് നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഒരു സബ് സ്പേസ് ആയിരിക്കും ഇത് പ്രൂവ് ചെയ്യാൻ പറ്റും. നിങ്ങൾ പോസിറ്റ് ഒന്ന് സ്വന്തം ട്രൈ ചെയ്ത് നോക്കൂ, നമുക്ക് നോക്കാം. അപ്പോൾ ഈ സ്പാൻ സബ് സ്പേസ് ആണ് അതിൻ്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിമ്പിളാണ്. എളുപ്പത്തിന് വേണ്ടി ഈ സ്പാൻ ഞാൻ W എന്ന് വിളിച്ചു. പിന്നെ W സബ് സ്പേസ് ആണ് പ്രൂവ് ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, നമുക്കറിയാം അതിൻ്റെ 3 കണ്ടീഷൻസ് എന്തൊക്കെ വേണം. അതിൻ്റെ 0 W ഉണ്ടെന്ന് പറയണം. പിന്നെ W is closer under addition, W is closer under scalar multiplication ഇതൊക്കെ പറയണം അല്ലേ? അപ്പോൾ 0 W ഉണ്ടെന്ന് പറയണമെങ്കിൽ എന്ത് ചെയ്യണം, 0നെ ഈ V1 എക്സെട്രാ Vnൻ്റെ ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതണം. അതിന് ഞാൻ എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ഈ എല്ലാ CIകളും ഞാൻ 0 ആയിട്ട് എടുത്തു അല്ലേ? 0 V1 + എക്സെട്രാ + 0 Vn. അപ്പോൾ എന്തായി, 0നെ V1 എക്സെട്രാ Vn ലീനിയർ കോമ്പിനേഷനൊക്കെ എഴുതാൻ പറ്റി. അതുകൊണ്ട് തന്നെ 0 belongs to the span അല്ലെങ്കിൽ W അതായി. ഇനി എന്ത് ചെയ്യണം, ഈ W ഇല്ലാത്തുള്ള 2 ആൾക്കാരെ എടുത്തിട്ട് ആഡ് ചെയ്തു. അപ്പോൾ അതിൻ്റെ സം എങ്ങനെയാണ് വരിക അല്ലേ? ഈ സമ്മു എന്താണ്, V1 എക്സെട്രാ Vnൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അപ്പോൾ ഈ സം ഇവിടെ വരും, സ്പാനിൽ വരും. ക്ലിയർ അല്ലേ? പോസിറ്റീവ് മനസ്സിലാക്കി, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അടുത്തത് ഒരു ഫീൽഡിൽ നിന്നൊരു സ്കാലർ ലാംഡ എടുത്തു. എന്നിട്ട് അതും ഇതിനകത്തുള്ള ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതാ കിട്ടുക. ഇത് വീണ്ടും എന്താണ്, ഒരു ലീനിയർ കോമ്പിനേഷനാണ് അല്ലേ? ഇതൊരു സ്കാലറാണ് എക്സെട്രാ, ഇതൊരു സ്കാലറാണ്. അപ്പോൾ ഇത് വീണ്ടും എന്താണ്, V1 എക്സെട്രാ Vnൻ്റെ ലീനിയർ കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ ഇത് എവിടെ ഉണ്ടാവും, ഈ സ്പാനിലുണ്ടാവും. So 0 belongs to the span. Span is closer under addition. Span is closer under scalar multiplication, and hence span is a subspace. Clear ആണല്ലോ? ഇനി ഒരു റിസൾട്ട് കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. അടുത്ത റിസൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു, നമ്മൾ പറഞ്ഞെന്താണ്, കുറച്ച് വെക്ടേഴ്സ് V1 എക്സെട്രാ Vn കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻസിൻ്റെ മൊത്തം കളക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഒരു സബ്സ്പേസ് കിട്ടും. ഇനി അടുത്ത രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സബ്സ്പേസിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ V1 എക്സെട്രാ Vn എന്ന് പറഞ്ഞ വെക്ടേഴ്സ് കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ആയിരിക്കും ഈ സ്പാൻ. അപ്പോൾ ഈ V1 എക്സെട്രാ Vn ഉപയോഗിച്ചിട്ട് ഈ എല്ലാ വെക്ടേഴ്സും കണ്ടെയ്ൻഡ് ആയിട്ടുള്ള ഏറ്റവും വലിയ സബ്സ്പേസ് ഏതായിരിക്കും, അത് ആ ഫുൾ സ്പേസ് തന്നെ ആയിരിക്കും.
അല്ലേ? അതുപോലെ വേറെ സബ്സ്പേസുകളിൽ ഈ V1 എക്സെട്ര Vn ഉണ്ടായിരിക്കാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതെല്ലാം ഉണ്ടാവുന്ന ഈ വെക്ടേഴ്സ് എല്ലാം ഉണ്ടാവുന്ന നമ്മൾ വെക്ടർ സ്പേസിൻ്റെ ഏറ്റവും ചെറിയ സബ്സ്പേസ് ഈസ് ദിസ് സ്പാൻ. അപ്പോൾ സ്പാൻ ഒരു ഇമ്പോർട്ടൻസ് ഇല്ലേ? സ്പാൻ ഒരു സബ്സ്പേസ് ആണ്. അത് മാത്രമല്ല സ്പാൻ ഈസ് ദ സ്മോളസ്റ്റ് സബ്സ്പേസ് ഓഫ് V വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദീസ് വെക്ടേഴ്സ്. നമുക്കത് കൂടി പ്രൂവ് ചെയ്യാം. നിങ്ങൾ പോസിറ്റ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എഴുതിയിട്ടുണ്ട്, പോസിറ്റ് വായിച്ച് നോക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് ചെയ്യാൻ 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് ഈ വെക്ടേഴ്സ് എല്ലാം ഉള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് ഈ സ്പാനാണ് കാണിക്കേണ്ടത്. അപ്പം ഫസ്റ്റ് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് എല്ലാം ഈ സബ്സ്പേസിൽ ഉണ്ടെന്ന് കാണിക്കണം, ഈ സ്പാൻ്റെ അകത്ത് ഉണ്ടെന്ന് കാണിക്കണം. ആ സ്റ്റെപ്പ് അവിടെ എഴുതിയത്. അപ്പോൾ ഞാൻ ആദ്യം V1 എടുത്തു. V1 ഈ സ്പാൻ്റെ അകത്ത് ഉണ്ടെന്ന് കാണിക്കണം. എന്ത് ചെയ്യണം? ഈ സ്പാൻ്റെ അകത്ത് ആരുണ്ടാവുക? V1 എക്സെട്ര Vn ലീനിയർ കോമ്പിനേഷൻ ആണ്. V1 എന്താ V1 എക്സെട്ര Vn ഒരു ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതിയിട്ടുണ്ട്. സോ V1 ബിലോങ്സ് ടു ദി സ്പാൻ. സിമിലർലി V2 ഞാൻ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതിയതൊക്കെ നോക്കിയാൽ മനസ്സിലാവും. സോ അതും ഇതിൻ്റെ അകത്ത് എക്സെട്ര Vnനെയും ഞാൻ V1 എക്സെട്ര Vn ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതി. അതുകൊണ്ട് തന്നെ Vn സ്പാൻ്റെ അകത്തുണ്ട്. സോ ഈ സ്പാൻ ഈ സബ്സ്പേസിൻ്റെ അകത്ത് ഈ എല്ലാ വെക്ടേഴ്സും ഉണ്ട് എന്ന് കിട്ടി. സ്റ്റെപ്പ് 1. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്ത് വരും? അപ്പോൾ എന്തായി? ഈ എല്ലാ വെക്ടേഴ്സും ഉള്ള സബ്സ്പേസ് ആയത്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് കാണിക്കാൻ പോകുന്നതായിരിക്കും ഇതെല്ലാം ഉള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ഇതാണ് കാണിക്കും. ക്ലിയർ ആണല്ലോ? അപ്പോൾ പോസിറ്റീവ് ട്രൈ ചെയ്യാം. സ്റ്റെപ്പ് 2 പ്രൂഫ് ചെയ്യാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. പോസിറ്റീവ് ഒന്ന് സ്വന്തം വായിച്ചു നോക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ എന്തെങ്കിലും പറയേണ്ടിയിരുന്നത് ഈ വെക്ടേഴ്സ് എല്ലാം ഉള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണ് ഇതെന്ന് കാണിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് എല്ലാം ഉള്ള ഏതൊരു സബ്സ്പേസ് W എടുത്തു കഴിഞ്ഞാലും ആ W നമ്മുടെ ഈ സ്പാൻ്റെ സൂപ്പർ സെറ്റ് ആയിരിക്കും എന്ന് കാണിച്ചു. അതായത് ആ W-ൻ്റെ സബ്സെറ്റാണ് നമ്മുടെ സ്പാനിന് കാണിച്ചു. അപ്പോൾ പിന്നെ എന്താവും? ഈ സ്പാൻ തന്നെയല്ലേ ഏറ്റവും ചെറിയ സബ്സ്പേസ് ആവുക, അല്ലേ? ഈ സ്പാൻ്റെ അകത്ത് ഓൾറെഡി ഇതെല്ലാം ഉണ്ട്, സ്പാൻ ഓൾറെഡി ഒരു സബ്സ്പേസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി ഇതെല്ലാം ഉള്ള വേറൊരു വെക്ടർ സബ്സ്പേസ് W എടുത്തു കഴിഞ്ഞാൽ ആ W-ൻ്റെ സബ്സെറ്റാണ് നമ്മുടെ സ്പാൻ. അപ്പോൾ എന്തായി? ഇതെല്ലാം ഉള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ഇതാവുമല്ലോ. ക്ലിയർ അല്ലേ? സോ ഓക്കെ. ഇനി ഇതിൻ്റെ സ്റ്റെപ്പ് വളരെ ഈസിയാണ്. ഇതിൻ്റെ സബ്സെറ്റാണെന്ന് കാണിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഇവിടുന്ന് ഒരു എലമെൻറ്റ് എടുത്തിട്ട് അത് ഇവിടെ നിന്ന് കാണിക്കണം. അപ്പോൾ ഇവിടുത്തെ ഒരു എലമെൻറ്റ് V എടുത്തു. അപ്പോൾ ആ വീൻ എന്ത് ചെയ്യാൻ പറ്റും? ഇവിടുത്തെ എലമെൻ്റ് ആയതുകൊണ്ട് തന്നെ V1 എക്സെട്ര Vn ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റും. ഫോർ സം സ്കാലേഴ്സ് ഫ്രം F അങ്ങനെ എഴുതി. ഇനി ഇവിടെ എന്താ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഈ W-ൽ എല്ലാ VIകളും ഉണ്ട്, അല്ലേ? എല്ലാ VIകളും W-ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അല്ലേ V1 V2 ഒക്കെ W-ലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്കാലാർ മൾട്ടിപ്പിളും W-ൽ വരണം. കാരണം എന്താ? W സബ്സ്പേസ് ആണ്. അപ്പോൾ CI VI ഒക്കെ ഇവിടെ വരണം, W-ൽ വരണം, അല്ലേ? C1 V1ഉം C2 V2 ഒക്കെ W-ൽ വരണം. അപ്പോൾ ഈ സ്റ്റെപ്പ് ക്ലിയർ ആണ്. ഇനി ഈ എല്ലാ പ്രൊഡക്റ്റും W-ലുണ്ടെങ്കിൽ W സബ്സ്പേസ് ആയതുകൊണ്ട് തന്നെ അത് ക്ലോസർ അണ്ടർ അഡീഷനും കൂടിയാണ്. അപ്പോൾ ഈ എല്ലാ പ്രൊഡക്റ്റിൻ്റെയും സമ്മ് എവിടെ വരണം? W-ൽ വരണം. അപ്പോൾ ഈ സമ്മ് W-ൽ വന്നു. ഈ സമ്മ് എന്താണ്? V ആണ്. അപ്പോൾ V W-ൽ വന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഒരു V എടുത്തപ്പം അത് W ഉണ്ടെന്ന് പറഞ്ഞു. സോ ദിസ് ഈസ് സബ്സെറ്റ് ഓഫ് ദിസ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഞാൻ പ്രൂഫ് കംപ്ലീറ്റ് ചെയ്തു. അപ്പം സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സിൻ്റെ സ്പാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെക്ടേഴ്സ് എല്ലാം ഉള്ള ഏറ്റവും ചെറിയ സബ്സ്പേസ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.